യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ സമവായത്തിന് വഴി തുറക്കുകയാണ്. തർക്കമുള്ള പള്ളികളിൽ ആരാധനാ സൗകര്യം പങ്കിടാമെന്ന നിർദ്ദേശവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് രംഗത്തെത്തി. പൊതുയോഗം തിരഞ്ഞെടുക്കുന്നവർക്ക് ഭരണവും മറ്റുള്ളവർക്ക് ആരാധനാ സൗകര്യവും നൽകാമെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചർച്ച ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ സഭയുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. അതേസമയം തന്നെ തർക്കങ്ങളും വഴക്കുകളും വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച് സഹോദരങ്ങളെപ്പോലെ കൂടുതൽ ഐക്യത്തിലും കൂടുതൽ സമാധാനത്തിലും കൂടുതൽ സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും കോടതിക്ക് വെളിയിൽ ഒരു സമവായത്തിലൂടെ തീരുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുള്ളതായ പരിശ്രമങ്ങൾക്ക് അവരൊരു ആഹ്വാനം നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അതിനൊക്കെ ഒരു ശാശ്വതമായ സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് വരുവാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നല്ലത് തന്നെയാണല്ലോ. പല പള്ളികളിലും ഇതിനു മുമ്പും രണ്ട് വിഭാഗവും ആരാധന നടത്തിയിട്ടുണ്ട്. മെജോറിറ്റി ആളുകൾ പൊതുയോഗം തിരഞ്ഞെടുക്കുന്നവർ ഭരണം നടത്തും. മറുവിഭാഗത്തിലെ വൈദികർക്ക് അവർ മൈനോറിറ്റിയായി പലയിടങ്ങളിലും അവർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം 40 വർഷത്തോളം അനേകം പള്ളികളിൽ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് ശേഷം ആ പള്ളികളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. തുടർന്ന് മാണിലും തർക്കമുള്ള പള്ളികളിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോംപ്രമൈസ് ഫോർമുലയൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള, ആരെയും പുറത്താക്കാതെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പല ഫോർമുലാസും ഉരുത്തിരിയാനായിട്ട് സാധ്യതകളുണ്ട്. അതെല്ലാം ചർച്ചയിലൂടെ വരണം. പാർട്ടീഷൻ ആകാം, അതുപോലെ തന്നെ ആരാധനാ സൗകര്യങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യങ്ങളാകാം. ഇപ്പം സെമിത്തേരി പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞതുപോലെ ആരാധനയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു പ്രശ്നപരിഹാരത്തിനും സാധ്യതകൾ കണ്ടെത്താവുന്നതാണ്. പക്ഷേ അതിനൊരു തീർക്കണം എന്നുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞതുപോലെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ചില നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിന് മാത്രമേ നമുക്ക് ആ നിലകളിൽ മുന്നോട്ട് പോകാനായിട്ട് ഒക്കത്തു. അത് ആ വിശാല ബെഞ്ചിലേക്ക് നമ്മളുടെ കാര്യവും കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓൾറെഡി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടതി പിന്നെ അതിനെക്കുറിച്ച് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള രീതിയിലുള്ള കമൻറ്റ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമൊക്കെ ഫെയ്ത്ത് മാറ്റേഴ്സ് സംബന്ധിച്ചുള്ള കാര്യമായ ഒരു പരാമർശമോ കണ്ടെത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ വന്നിരിക്കുന്നതായ ബുദ്ധിമുട്ട്. അപ്പം അത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ടാകണം. അപ്പം അതിന് വിശാല ബെഞ്ചിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായാൽ ഒരു പക്ഷേങ്കിൽ ചില അനുകൂലമായ ഇതൊക്കെ വന്നേക്കാം. അത്രേ നമുക്കിപ്പോൾ പറയാനായിട്ടൊക്കെ ഉള്ളൂ. നമുക്കിപ്പം അരുൺ ശങ്കർ ചേർന്നുണ്ട്. അരുൺ, പള്ളിത്തർക്കത്തിലെ ഒരു സമവായ നീക്കം വരുമ്പോൾ ആരാധനാ സൗകര്യം പങ്കിടാമെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ വലിയൊരു മഞ്ഞുരുകലിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കോടതി ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ എടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി നേരത്തെ പള്ളി ഏറ്റെടുക്കാമെന്നുള്ള ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം പോയത്. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി ഈ പള്ളികൾ കൈമാറിക്കൊണ്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കണമെന്നാണ് യാക്കോബായ സഭയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തൊക്കെ തന്നെ ഇരു വിഭാഗങ്ങളിൽ നിന്നും ഈ വിഷയം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം അത്തരമൊരു നിർദ്ദേശം വന്നത് എന്നുള്ളതാണ് യാക്കോബായ സഭ പറയുന്നത്. അതിനോട് അനുകൂലമായിട്ട് തന്നെയാണ് യാക്കോബായ സഭയും പ്രതികരിക്കുന്നത്. അവർക്ക് കോടതിക്ക് പുറത്ത് ഒരു പരിഹാരം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചർച്ച നടക്കുമ്പോൾ എന്താണ് ഒരു പരിഹാര മാർഗം എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് 6 പള്ളികളിലാണ് തർക്കങ്ങൾ ഉള്ളത്. ആ പള്ളികളുടെ നടത്തിപ്പ് പങ്കിടാം എന്നുള്ളതാണ് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെയും ഈ സഭയിൽ അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു. അതായത് പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി അല്ലെങ്കിൽ ആ കമ്മിറ്റി പള്ളിയുടെ ഭരണം നടത്തും. മറുഭാഗം ന്യൂനപക്ഷമായി പോവില്ല. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു നീക്കുപോക്ക്, വിട്ടുവീഴ്ച കൂടിയ നിലപാട് ഉണ്ടാകാം എന്നുള്ളതാണ്
ഗ്രിഗോറിയസ് തിരുമേനി പറയുന്നത്. അപ്പോഴും പറയുന്നുണ്ട് സഭയ്ക്ക് ചില വിശ്വാസങ്ങൾ മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ചില സമീപനങ്ങൾ അല്ലെങ്കിൽ ഫോർമുലകൾ ഉരുത്തിരിയാം എന്നുള്ളതാണ് പറയുന്നത്. ഇക്കാര്യത്തിലൊരു എന്താണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതും